തമിഴ്നാട്ടിൽ ഭർത്തൃ വീട്ടിൽ പീഡനം, ഒരു യുവതി ആത്മഹത്യ ചെയ്യാണ്. ആ യുവതിക്ക് അവളുടെ അച്ഛൻ കൊടുത്ത സ്ത്രീധനം എന്ന് പറഞ്ഞാൽ 70 ലക്ഷം രൂപയുടെ വോൾവോ കാറ്, അതുകൂടാതെ 100 പവൻ. ഇപ്പോൾ ഇന്നത്തെ ഈ ടൈമിലൊക്കെ ഒരു 100 പവൻ എന്ന് പറഞ്ഞാൽ 10 പവൻ തന്നെ ഏകദേശം 7 ലക്ഷം രൂപ വരും. അപ്പോൾ 100 പവൻ പറഞ്ഞാൽ 70 ലക്ഷം രൂപ. അപ്പോൾ 70 ലക്ഷം രൂപയുടെ സ്വർണം, പിന്നെ ഒരു 70 ലക്ഷം രൂപയുടെ വോൾവോ കാറ്, മൊത്തം 140 ലക്ഷം രൂപ ചിലവാക്കി. പിന്നെ കല്യാണ ചിലവ് എങ്ങനെയാലും ഒരു 10-20 ലക്ഷം രൂപ ചിലവായി ഉണ്ടാവും. അപ്പോൾ 160-170 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് കല്യാണം കഴിച്ചൊരു പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വന്നു. ഇത്രയും പൈസ മുടക്കിയിട്ട് ചിലവാക്കിയ ആ ഒരു അച്ഛനും അമ്മക്കും ഒരിക്കലും അറിയില്ലേ ആ ഒരു കുട്ടി ആ ഒരു വീട്ടിൽ സന്തോഷത്തോടു കൂടിയാണോ, എന്തെങ്കിലും മാനസികപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, ഇതൊന്നും നോക്കാനുള്ള നേരം അവർക്കില്ല. അവർക്ക് ഈ പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അയച്ചാൽ വല്ല കാര്യമായിട്ട് ഈ ധനം മനുഷ്യർക്ക് ഒരിക്കലും മതിയാവാത്തൊരു സാധനമാണ്. പണം ഒരിക്കലും മനുഷ്യന് മതിയാവില്ല, നിങ്ങൾ എത്ര കൊടുത്താലും. അപ്പോൾ പണം കൊടുക്കുന്നതിലല്ല കാര്യം, മനുഷ്യൻ്റെ മനുഷ്യത്വത്തിനാണ് വില നൽകേണ്ടത്. മനുഷ്യത്വമുള്ള ആളാണോ, അല്ലെങ്കിൽ മനുഷ്യന്മാരുമായിട്ട് ഇടപഴകാൻ ആൾ ഓക്കെയാണോ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാതെ നിങ്ങൾ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചാൽ ഇത് തന്നെ അവസ്ഥ. അപ്പോൾ അത്രേ ഉള്ളൂ.